വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. പുതിയൊരാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ ഞാൻ വിശ്വസിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില നിമിഷങ്ങൾ, ചില വേളകൾ, ചില ദൂതുകൾ, ചില അനുഗ്രഹങ്ങൾ, ചില അത്ഭുതങ്ങൾ കർത്താവ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നെവർ മിസ് ഇറ്റ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. നമ്മൾ പിശുക്കരാകരുത്, നമ്മൾ സ്വാർത്ഥതയുള്ളവരാകരുത്. ഇന്നത്തെ സ്പോൺസേഴ്സ് ആരാണെന്ന് പറയാമോ? ഇന്ന് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് വെങ്കടേഷാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, തൻ്റെ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറി ഉയർച്ച നേടുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ സെയിൽസിൻ്റെ ടാർഗറ്റ്സ് നേടിയെടുക്കുവാൻ കർത്താവിൻ്റെ കൃപ അങ്ങ് പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ഒരു സ്പോൺസർ എന്ന് പറയുന്നത് ജയ്പൂരിൽ നിന്ന് നമ്മുടെ മോനി സിസ്റ്ററാണ്. മോനി സജീവാണ്. ജൂലൈ 18 മകൻ മോൻസിയുടെ 26th ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ മോൻസി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മകൻ്റെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്നുകൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്കും എല്ലാം ഇതിൽ സഹകരിക്കാം. വി ആർ ഡൂയിങ് ദിസ് ജോബ് ടുഗെദർ. ദെർ ഈസ് നോ വൺ മാൻ ഷോ. നമുക്ക് ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കാം. സോങ്. ഇത് മറക്കാൻ കഴിയാത്തൊരു പാട്ടാണ്. എമിയുടെ ആദ്യത്തെ സ്റ്റേജിലെ പാട്ട് ഇതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എത്ര വയസ്സ് കാണും? 2-3 years. 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ എന്ന് പറയുന്നൊരു ദ്വീപിൽ നടന്ന നമ്മുടെ ആദ്യത്തെ ക്രൂസേഡിൽ എമി പാടിയ പാട്ടാണ്. അതെ, അതിന്റെ വീഡിയോ ക്ലിപ്സ് ഇപ്പോഴും ഉണ്ട്, പല്ലൊന്നുമില്ലാതെ. ഇനിയിപ്പോൾ നമുക്ക് ബൈബിൾ ആൻഡ് യു അതിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ഇതാണ്:
യേശുവിൻ്റെ കാലഘട്ടത്തിൽ പിതാവിൻ്റെ ഭവനം എന്നാൽ എന്തായിരുന്നു? ഓപ്ഷൻ എ യേശുവിൻ്റെ ശരീരം, ഓപ്ഷൻ ബി നമ്മുടെ ശരീരം, ഓപ്ഷൻ സി യെരുശലേമിലെ ദൈവാലയം. ഡ്യൂറിങ് ജീസസ് ടൈം വിച്ച് വാസ് ഹിസ് ഫാദേഴ്സ് ഹൗസ്? ഓപ്ഷൻ എ ജീസസ് ബോഡി, ബി our body, ആൻഡ് സി ടെമ്പിൾ ഇൻ ജെറൂസലേം. നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ടത് 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് നിങ്ങളുടെ ഉത്തരങ്ങൾ A, B ഓർ C എന്ന് നൽകുക. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് ഒരു വ്യക്തിക്ക് നല്ലൊരു സമ്മാനം ഞങ്ങൾ നൽകുന്നതാണ്. അതുമാത്രമല്ല, ഇന്ന് തന്നെ നിങ്ങളുടെ ഉത്തരം വൈകിട്ട് 5 മണിക്കുള്ളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. ഇന്നത്തെ ചോദ്യത്തിന് ഒരു പ്രത്യേക ക്ലൂ ഞാൻ പറഞ്ഞു തരാം. ഡേ 40ൽ ആംഗ്രി ജീസസ് എന്ന പേരിൽ ബ്രദർ ഡാമി നൽകിയ സന്ദേശത്തിലാണ് ഇതിൻ്റെ ഉത്തരം ഇരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വിജയിയായിട്ടുള്ളവർ ആരാണ്, അതിൻ്റെ ഉത്തരം ഏതാണ് എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടായിരിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഒടുവിൽ ആ വിജയിയെയും അതുപോലെ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് ഈ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വിജയിയും അതിൻ്റെ ഉത്തരത്തെയും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. കൺഗ്രാറ്റുലേഷൻസ് ഓൾ വിന്നേഴ്സ് ഓഫ് ബൈബിൾ ആൻഡ് യു. ഞാനും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ആരൊക്കെയാണ് സമ്മാനം വാങ്ങിക്കാൻ പോകുന്നത്. ബൈ ദ വേ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നമ്മൾ 100ാമത്തെ എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ നടന്നത്. ആൻഡ് ദാറ്റ് വാസ് എ റിയലി ടച്ചിങ് ടൈം. ഒത്തിരി പേര് അവരവരുടെ വീടുകളിൽ കേക്കുകൾ മുറിക്കുകയും, അതും എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് തോന്നിയത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, പലരും ഒത്തിരി പേര് തന്നെത്താൻ കേക്ക് ഉണ്ടാക്കി. കടയിൽ പോയില്ല, ബേക്കറി പോയില്ല, തന്നെത്താൻ ഉണ്ടാക്കി. ഇതിലെ കുറേ കേക്കുകളും അതിൽ മുറിക്കുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ എനിക്ക് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ലഭിച്ചത്. എല്ലാം കൂടി കളക്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ്. റിയലി ഫാന്റാസ്റ്റിക്. വേൾഡ് ഓവർ പല സ്ഥലങ്ങളിൽ കേക്കുകൾ പല രീതിയിൽ, പല ഷേപ്പിൽ, പല നിറത്തിൽ ഉള്ളത് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തു. മാത്രമല്ല, ഇത്രയും ബേക്കറിക്കാർ ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലിയിൽ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കി. കേക്ക് ഉണ്ടാക്കുക, കേക്ക് മേക്കേഴ്സ്, വണ്ടർഫുൾ. താങ്ക് യു സോ മച്ച്. ഏറ്റവും വലിയ കാര്യം അത് എല്ലാവരും മോർണിംഗ് ഗ്ലോറിയുടെ 100ാമത്തെ എപ്പിസോഡ് ആഘോഷിച്ചു എന്നുള്ളതാണ്. ഭയങ്കരമായ ഒരു സെലിബ്രേഷൻ ആണ് ഏറ്റെടുത്തു അത്. ആ ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വിചാരിച്ചു വെച്ച സന്ദേശമൊന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ബിക്കോസ് സച്ച് വാസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം. മാത്രമല്ല, നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ അങ്ങ് നിറഞ്ഞുപോയി. എനിവേ, താങ്ക് യു സോ മച്ച് എവ്രിബഡി ഫോർ കണ്ടിന്യൂയിങ് ഇൻ ദിസ് ജേർണി. നമുക്ക് ഇനിയും ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. യേശു കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് നാൾതോറും എല്ലാ ദിവസവും അവൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കാൻ കർത്താവ് ആയുസ് മുഴുവൻ നമ്മെ സഹായിക്കട്ടെ. ഈ സീസണിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഒന്നാണ് മോർണിംഗ് ഗ്ലോറി. ഓൾ റൈറ്റ്, കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ ഫ്രീഡം ഫ്രം ഫോബിയാസ്, വിവിധ രീതിയിലുള്ള ഭയങ്ങളിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ പലതരം ഫോബിയാസിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഈ ആഴ്ചയിൽ അത് ഞാൻ തുടരുകയാണ്. എങ്ങനെയാണ് ഈ ഭയത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി നമുക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഗുഡ് ഫിയർ, നല്ല ഭയം. നല്ല ഭയം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തോ ഒരു അപാകത തോന്നുന്നുണ്ടായിരിക്കും. നല്ല ഭയം എന്ന് പറഞ്ഞൊരു ഭയമുണ്ടോ? ഭയം ചീത്തയല്ലേ? ഭയത്തെ പുറത്താക്കണ്ടേ? ഭയത്തെ അതിജീവിക്കണ്ടേ? ബട്ട് ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു. ദർ ഈസ് ഗുഡ് ഫിയർ ഓൾസോ. നല്ല ഭയമുണ്ട്. നല്ല ഭയത്തെ നമുക്ക് പോസിറ്റീവ് ഫിയർ എന്ന് പറയാം. നെഗറ്റീവ് ഫിയറിനെ നമുക്ക് ഫോബിയാസ് എന്ന് പറയാം. ഫോബിയാസിനെ കുറിച്ച് ചില കാര്യങ്ങളാണ് സാറ്റർഡേ കണ്ടത്. ചില വചനങ്ങളിലേക്ക് പോകാം. ആക്ട്സ് 9:31, അപ്പോസ്തലപ്രവൃത്തികൾ 9:31. Then the churches throughout all Judea, Galilee and Samaria had peace and were edified, and walking in the fear of the Lord, walking in the fear of the Lord, walking in the fear of the Lord and in the comfort of the Holy Spirit, they were multiplied. മലയാളത്തിൽ അത്രയും കാര്യമായിട്ട് കാണുന്നില്ല എങ്കിലും 31-ാമത്തെ വചനം, എന്നാൽ യഹൂദിയ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധനവ് പ്രാപിച്ചും
കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ നടന്നും പെരുകിക്കൊണ്ടിരുന്നു. കർത്താവിനോടുള്ള ഭക്തിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് യഥാർത്ഥ ട്രാൻസ്ലേഷൻ വരേണ്ടത് കർത്താവിനോടുള്ള ഭയത്തിൽ എന്നാണ്, ദൈവഭയത്തിൽ എന്നാണ്. So what is good fear? What is positive fear? It is the fear of God, fear of the Lord. ദൈവഭയം. എല്ലാവരും പറയാം ദൈവഭയം. ദൈവഭയം. അതൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, വായ കൊണ്ട് പറയുക, ദൈവഭയം. So this fear is from the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നൊരു ഭയമാണ് ഈ ദൈവഭയം എന്ന് പറയുന്നത്. So this is not a fear that God will condemn you, punish you, destroy you, throw you into hell. ആ ഒരു ഭയമല്ല ഇത്. അതിനെ നമുക്ക് ഫോബിയ ഓഫ് ഗോഡ് എന്ന് വേണം വിളിക്കാൻ. അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു വല്ലാത്ത പേടി. ദൈവം എന്നെ കൊല്ലും, ദൈവം എന്നെ ശിക്ഷിക്കും, ദൈവം എന്നെ വലിച്ചെറിയും, ദൈവം എന്നെ ശപിക്കും. അതിനെക്കുറിച്ചല്ല. അതല്ല നല്ല ഭയം എന്ന് പറയാം. അത് ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള ചീത്ത ഭയമാണ്, മോശം ഭയം. അതാണ് ഫോബിയ ഓഫ് ഗോഡ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഫിയർ ഓഫ് ഗോഡ്, ദൈവഭയം. ഇതിനെ പറയുന്നത് ദിസ് ഈസ് എ ഹോളി ഫിയർ. ഇതിനെ ഒരു വിശുദ്ധ ഭയം എന്ന് വേണമെങ്കിൽ പറയാം. ദിസ് ഇസ് ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് റെവറൻസ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ദൈവസ്നേഹം മൂത്ത് ദൈവസ്നേഹം വർദ്ധിച്ച് അത് ഒരു ആരാധനയായി മാറി ഒരു ഓടുകൂടെയുള്ള ഒരു ഭയമാണ് ദൈവഭയം. മാത്യു 10:28 മത്തായി 10:28 And do not fear those who kill the body but cannot kill the soul, but rather fear him who is able to destroy both soul and body in hell. മത്തായി 20:10 കാര്യമാണ് ഞാൻ വായിച്ചത്. ശരീരത്തെ കൊന്നിട്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. അതായത് ദൈവസ്നേഹത്തിൽ നിന്നുള്ള ഒരു ഭയം, ആദരവിൻ്റെ ഭയം വരുന്നില്ലെങ്കിൽ പിന്നെ ഈ ഭയമേ ഉള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾ റൈറ്റ്, ദൈവത്തിന് ചെയ്യാൻ കഴിയും. എന്ത് ചെയ്യാൻ കഴിയും? പാപം ചെയ്യുന്നവരെ ശിക്ഷിച്ച് അവരുടെ ശരീരത്തോടും അവരുടെ ദേഹിയോടും അവരുടെ ആത്മാവിനോടും കൂടെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ ദൈവത്തിന് കഴിയുന്നവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മളുടെ ഗതി അതല്ല, നമ്മളുടെ ലക്ഷ്യവും അതല്ല. എന്നാൽ ഈ പോസിറ്റീവ് ഫിയർ അല്ലെങ്കിൽ ദൈവഭയം, അതിൻ്റെ നന്മ എന്താണ്? ദൈവഭയം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വളരെ വേഗത്തിലൊരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. അത് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ്. ദൈവഭയം, ദ ഫിയർ ഓഫ് ഗോഡ്, ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. സദൃശവാക്യങ്ങൾ 9:10. The fear of the Lord is the beginning of wisdom, and knowledge of the Holy One is understanding. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. അപ്പോൾ ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. എന്ന് വെച്ചാൽ യഥാർത്ഥമായ ജ്ഞാനമുള്ളത് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്, ദൈവഭയമുള്ളവർക്കാണ്. അല്ലാത്തവരുടെ ജ്ഞാനമേ ശരിയല്ല, അവരുടെ പരിജ്ഞാനവും ശരിയല്ല. സദൃശവാക്യങ്ങൾ 1:7 അത് തന്നെ കാണുന്നുണ്ട്. The fear of the Lord is the beginning of knowledge, but fools despise wisdom and instruction. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിച്ചു കളയുന്നു. ഇനി രണ്ടാമത്തേത്, ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ്. അത് ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനമാണ്. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ്. സദൃശവാക്യങ്ങൾ 14:27, Proverbs 14:27. The fear of the Lord is the fountain of life, turning a person from the snares of death. യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞുപോകും. The fear of the Lord is a fountain of life, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ദൈവഭയം, ദൈവഭക്തി എന്ന് പറയുന്നത് ജീവൻ്റെ, അവിടെ പറഞ്ഞിരിക്കുന്നത് ഉറവിടം, ഉറവാകുന്നു, ജീവൻ്റെ ഉറവാകുന്നു.
അപ്പം ദൈവഭയമുള്ളവർക്ക് ജീവൻ്റെ ഉറവ് തുറന്നു കിട്ടും. ഹല്ലേലൂയ. നിത്യജീവൻ്റെ ഉറവുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടും. നമ്പർ 3, ഇറ്റ് കീപ്സ് മെൻ ഫ്രം ഈവിൾ. അത് തിന്മയിൽ നിന്നും ജനങ്ങളെ, മനുഷ്യരെ രക്ഷിക്കുന്നു, തിന്മയിലേക്ക് പോകാതെ തടുക്കുന്നു. Proverbs 16:6, സദൃശ്യവാക്യങ്ങൾ 16:6. Through love and faithfulness sin is atoned for. Through the fear of the Lord evil is avoided. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവാ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. അതൊരു പ്രാവശ്യം, യഹോവാ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ചുരുക്കി പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? യഹോവാ ഭക്തി, ദൈവഭയമാണ്. അവിടെ ഭക്തി എന്നാണ് മലയാളത്തിൽ പറയുന്നതെങ്കിലും ലിറ്ററലി അവിടെ വരേണ്ടത് ദൈവഭയം എന്നാണ്. സോ ദൈവഭയമുണ്ടെങ്കിൽ പാപത്തിലേക്ക് പോകയില്ല. ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഏതോ മെസ്സേജുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പഴയ നിയമത്തിൽ ഇന്നാണെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ദൈവവചനത്തിൻ്റെ കോപ്പിയുണ്ട്, നമ്മൾ ദൈവവചനം ബൈ ഹാർട്ട് പഠിക്കാറുണ്ട്, ഇതുപോലുള്ള സന്ദേശങ്ങളുണ്ട്, ഉപദേശിക്കുവാൻ പലരുണ്ട്, കൗൺസിലേഴ്സുണ്ട്, പാരൻസ്, എല്ലാവരും നമ്മളെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പാപത്തിലേക്ക് പോരുന്ന് പറയാൻ ഒത്തിരി ഗുണദോഷിക്കാൻ ആളുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നാം സ്വീകരിച്ചിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നൊരു കാലത്ത്, സ്വന്തം കയ്യിൽ ഒരു ബൈബിളിൻ്റെ കോപ്പി ഇല്ലാതിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു മഹാപാപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോസഫ്. പൊത്തീഫറിൻ്റെ ഭാര്യ മിസസ് പൊത്തീഫർ തന്നെ പാപത്തിന് വേണ്ടി വലിച്ചിഴയ്ക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ലാതെ താൻ ദോഷം വിട്ടകന്നോടി. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവഭയം, ഫിയർ ഓഫ് ദ ലോർഡ്. അതാണ് ഇവിടെ പറയുന്നത്. ദോഷം വിട്ടകലാൻ നമ്മെ സഹായിക്കുന്നത് ദൈവഭയമാണ്. അല്ലെങ്കിൽ ഒരു അൺസ്ക്രൂപ്പുലസായി, ഒരു സങ്കോചവുമില്ലാതെ പാപത്തിൻ്റെ പുറകെ പോകുന്ന ഒരാളെ കണ്ടാൽ അപ്പോഴേ മനസ്സിലാക്കണം അയാൾക്ക് ദൈവഭയമില്ല. ദൈവഭയം ഉണ്ടെങ്കിൽ പാപം വിട്ട് ഓടും. നെക്സ്റ്റ് വൺ, നമ്പർ 4, ഇറ്റ് ഹെൽപ്സ് അസ് ടു ലീഡ് എ ഹോളി ലൈഫ്. വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവഭയം. 2 Corinthians 7:1, 2 Corinthians 7:1 കുറിച്ച് വയ്ക്കുക. അവിടെ പറയും, therefore having these promises, beloved, let's cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of God. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ എങ്ങനെയാണ് വിശുദ്ധിയെ തികയ്ക്കാൻ കഴിയുന്നത്? It's only through the fear of God that we can perfect holiness in our lives. ദൈവ ഭയം ഉള്ളവർ മാത്രമേ വിശുദ്ധിയിൽ വളരുകയുള്ളൂ, വിശുദ്ധിയിൽ തികഞ്ഞവരായി മാറുകയുള്ളൂ. അപ്പോൾ വിശുദ്ധിത എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് എന്നെ കൂടുതൽ ദൈവഭയത്തിൽ നിറയ്ക്കണമേ. ആ ദൈവഭയം വരുമ്പോഴാണ് വിശുദ്ധിയിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നത്. നമ്പർ 5, ഇറ്റ് പ്രൊവൈഡ്സ് പീസ് ഓഫ് മൈൻഡ്. നമുക്ക് സമാധാനം, മനസ്സിന് സമാധാനം നൽകുന്നത് ദൈവഭയമാണ്. Proverbs 15:16, സദൃശ്യവാക്യങ്ങൾ 15:16, better is a little with the fear of the Lord than great treasure with trouble. ബഹു നിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നല്ലത്. കാരണം അതിലൊരു വലിയ ഒത്തിരി ധനം ഉള്ളവർക്ക് they may be in trouble, they may be in restlessness, they may be having a lot of sufferings. ഒരു സ്വസ്ഥതയും ഇല്ലാതെ, ഒത്തിരി പണമുണ്ട് പക്ഷേ ഒരു സമാധാനവും ഇല്ലാതെ ജീവിക്കുന്ന അനേക ലക്ഷങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ അധികം ധനമൊന്നുമില്ല, അല്പമേ ഉള്ളൂ, കുടിലായിരിക്കാം, ചെറ്റപ്പുരയായിരിക്കാം, വാടക വീട്ടിലായിരിക്കാം, പക്ഷെ ദൈവഭയമുണ്ടോ സമാധാനമുണ്ട്. ഞാൻ ഒന്നുകൂടി അത് പറയാൻ ആഗ്രഹിക്കുന്നു. വലിയ ധനമാഹാത്മ്യമോ ബാങ്ക് ബാലൻസോ എസ്റ്റേറ്റുകളോ പ്രോപ്പർട്ടികളോ ഒന്നുമില്ലെങ്കിലും അകത്ത് ദൈവഭയം എന്നൊരു സമ്പത്തുണ്ടെങ്കിൽ ഭയങ്കരമായ സമാധാനമുണ്ട്.
എന്നാൽ എല്ലാം ഉണ്ട്, ദൈവഭയമില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ലെന്നാണ് വചനം പറയുന്നത്. ഇത് വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. നമ്പർ 6, ഇറ്റ് പ്രൊഡ്യൂസസ് സക്സസ്ഫുൾ ലീഡർഷിപ്പ്. ഏറ്റവും വിജയകരമായ നേതൃത്വം, ലീഡേഴ്സ്, നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ, നായകന്മാർ ഉണ്ടാകുന്നത് ദൈവഭയത്തിലൂടെയാണ്. എക്സഡസ് 18 വേഴ്സ് നമ്പർ 21, പുറപ്പാട് പുസ്തകം 18 21 വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: But select capable men from all the people, men who fear God, trustworthy men, who hate dishonest gain, and appoint them as officials over thousands and hundreds, fifties and tens. പുറപ്പാട് പുസ്തകം 18:21, അതല്ലാതെ യഹോവ ഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കാം. എന്താണ് അവിടെ പറയുന്നത്? 1000 പേരുടെ ലീഡറായി ഒരാളെ നിയമിക്കുമ്പോൾ 100 പേരുടെയോ 50 പേരുടെയോ എന്തിന് 10 പേരുടെ ഒരു ലീഡറായി നിയമിക്കപ്പെടുന്ന ആൾ അന്ന് മോശയുടെ കാലത്ത് നിയമിക്കപ്പെടുന്ന ആള് അവിടെ പറയുന്ന ദൈവഭക്തൻ. ആദ്യത്തെ ക്വാളിറ്റിയാണ് ദൈവഭയമാണ്. ഒരാളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾ ദൈവഭയമുള്ള ആളാണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെ കൊണ്ടുവരിക. ഇന്നും ഒരു ചർച്ചിൻ്റെ, ഒരു സോണിൻ്റെ, ഒരു സെൽ ഗ്രൂപ്പിൻ്റെ, ഏതെങ്കിലും ഒരു കൊച്ചു ഗ്രൂപ്പിൻ്റെ പോലും ഒരു ലീഡറായി മാറണമെങ്കിൽ ദ ഫസ്റ്റ് ക്വാളിറ്റി that person requires is the fear of the Lord. കാരണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശരിയായ നല്ല ലീഡർഷിപ്പിലേക്ക് വരാൻ കഴിയുള്ളൂ. 2 സാമുവേൽ 23:3 അവിടെയും ഇത് കാണാം. ആ വാക്യം കുറിച്ചു വെച്ചാൽ മതി. 2 സാമുവേൽ 23:3, 2 ശമൂവേൽ 23 മൂന്നാമത്തെ വചനം. മനുഷ്യരെ നീതിമാന്മാരായി ഭരിക്കുന്നവൻ ദൈവഭയത്തോടെ വാഴുന്നവൻ. ദൈവഭയത്തോടെ വാഴുന്നവൻ. അപ്പോൾ നല്ല ലീഡേഴ്സ് ഉണ്ടാകണമെങ്കിൽ ദൈവഭയമുള്ളവരെ വേണം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ ശേഷം ഇന്നത്തെ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരും. ചില സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു ബാലൻസ്. ഇൻ ദ ക്രിസ്ത്യൻഡം ദർ ഇസ് എ ലോട്ട് ഓഫ് ഇംബാലൻസ്. ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ചിലതിനെ മാത്രം ഉയർത്തിപ്പിടിക്കും, ചില ഉപദേശങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന സഭകളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, സംഘടനകളുണ്ട്, പ്രാസംഗികരുണ്ട്. ചില ആളുകൾ ഫിയർ ഓഫ് ദ ലോർഡ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവഭയം 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 എന്ന് വെച്ചാൽ പേടിപ്പിക്കുന്ന സന്ദേശങ്ങൾ. ദൈവം അതിഭയങ്കരനാണ്, നിന്നെയൊക്കെ കശാപ്പ് ചെയ്ത് കഴിയും, മര്യാദക്ക് മാനസാന്തരപ്പെട്ടോ, അങ്ങനെയുള്ളത് മാത്രം. ന്യായവിധി, കോണ്ടംനേഷൻ, അത് മാത്രം പറയുന്ന ക്രൂരനായ, ഭീകരനായ, ഭീബത്സ രൂപമുള്ളൊരു ദൈവത്തെ അവതരിപ്പിക്കുന്ന ടീച്ചിങ്സ് ഉണ്ട്. മറ്റു ചിലർ അങ്ങനെയല്ല, ബട്ടറി വേർഡ്സ്. ദൈവം സ്നേഹമാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് തേനിങ്ങനെ അലിഞ്ഞൊഴുകി എന്ത് കണ്ടാലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലാതെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നൊരു പിതാവ് എന്ന് പറയുന്ന ടീച്ചിങ്സും ഉണ്ട്. ഇതിലേതാണ് ശരി? ദൈവത്തിന് ഈ 2 വശമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ഇറ്റ് ഈസ് ദ ബാലൻസ് ബിറ്റ്വീൻ ദ ഫിയർ ഓഫ് ദ ലോർഡ് ആൻഡ് ദ ലവ് ഓഫ് ഗോഡ്, ലവ് ഫോർ ദ ലോർഡ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഒരു ഭാഗത്ത്, ദൈവത്തോടുള്ള നമ്മുടെ ഭയം വേറൊരു ഭാഗത്ത്. ഇത് രണ്ടുമുള്ള ബാലൻസ്ഡ് ലൈഫാണ് ശരിയായ വെൽ ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് വെച്ചാൽ, ഈ ദൈവസ്നേഹം ഇല്ലാതിരുന്നാൽ, ദൈവഭയം മാത്രമേ ഉള്ളൂ, പേടി 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 ദൈവഭയം എന്ന രീതിയിൽ ഇരുന്നാൽ, ദ ലവ് ഓഫ് ദ ലോർഡ് വിൽ കീപ് യു ഫ്രം ലീഗലിസം. ഈ ഫിയർ ഓഫ് ദ ലോർഡ് കൂടി 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 എൻ്റെ ക്ലൈമാക്സിലേക്ക് പോയ ലീഗലിസ്റ്റുകളായി മാറും. എന്ന് വെച്ചാൽ കൽപ്പന അനുസരിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ചട്ടപ്രകാരം ജീവിക്കുക, ഇടത്തോട്ട് വലത്തോട്ട് മാറരുത്, അങ്ങനെ അതിഭയങ്കരമായ എന്നും ഒരു ഭീതിയുടെ കീഴിൽ ജീവിക്കേണ്ടി വരും. എന്നാൽ ദൈവസ്നേഹം നമ്മെ അതിൽ നിന്നും വിടുവിക്കുന്നു. വല്ലാത്തൊരു ഭീതിയിലും ഭയത്തിലും ദൈവത്തെക്കുറിച്ചുള്ള പേടിയിൽ ജീവിക്കുന്നത് നമ്മളെ രക്ഷിക്കുന്നു. എന്നാൽ the fear of the Lord will keep us from lawlessness. ദൈവഭയം ഇല്ലെങ്കിലോ ലോലെസ്നെസ്സിലേക്ക് പോകും, അരാജകത്വത്തിലേക്ക് പോകും. എന്ന് വെച്ചാൽ ആരെയും പേടിയില്ല,
മനുഷ്യരെ പേടിയില്ല, ദൈവത്തെ പേടിയില്ല, നിയമത്തെ പേടിയില്ല, കൊലക്കൊമ്പനായി അങ്ങ് ജീവിക്കും. ഇത് രണ്ടും തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യം എന്താണ്? വി നീഡ് എ വെൽ ബാലൻസ്ഡ് ലൈഫ് ബിറ്റ്വീൻ ദ ഫിയർ ഓഫ് ദ ലോർഡ് ആൻഡ് ദ ലവ് ഓഫ് ഗോഡ്. ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ചേർന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഞങ്ങൾ എല്ലാവരെയും യഥാർത്ഥ ദൈവഭയം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് സാക്ഷ്യങ്ങൾ ഒന്ന് നോക്കാം. പറ്റിയ സാക്ഷ്യം ഇതിന് കോലാർ എന്ന സ്ഥലത്ത് നിന്ന് ഷീജ എന്നൊരു സഹോദരി അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രാറ്റുവിറ്റി തരില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നെ വിളിച്ച് ചെക്ക് വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ ബ്ലെസ്സിങ് ടുഡേ വിളിച്ചു. ആ സമയത്ത് പ്രെയർ ചെയ്തപ്പോൾ ഒരു ബ്രദറാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ അവർ തന്നെ വിളിച്ച് പറയും ചെക്ക് വന്ന് വാങ്ങാൻ. അങ്ങനെ തന്നെ സംഭവിച്ചു. ജീസസ് എന്നെ അവിടെ സഹായിച്ചു. ഹല്ലേലൂയ, ആമേൻ. ഷീജ കോലാർ. അവിടെ ഗ്രാറ്റുവിറ്റി കിട്ടേണ്ടതാണ്, പക്ഷേ ആ കമ്പനി പറഞ്ഞ് തരില്ല. എന്നാൽ അവൾ പ്രാർത്ഥിച്ചു. ബ്ലെസ്സിങ് ടുഡേയിൽ വിളിച്ചു, പ്രെയർ ലൈനിൽ വിളിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഇങ്ങോട്ട് വിളിച്ച് തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങോട്ട് വിളിച്ച് തന്നെ അത് കൊടുത്തു. ഹല്ലേലൂയ. ഇനി ഉണ്ടോ നോക്കട്ടെ, ഒന്നുകൂടെ നോക്കാം. Yes. Oh, this is something amazing. ഇത് ഭയങ്കര സംഭവം. കേട്ടോളേ. യേശു കർത്താവിന് സ്തോത്രം. പ്രൈസ് ലോർഡ് ബ്രദറെ, ഞാൻ മാനന്തവാടി ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നാണ്. ആശയാണ്. ഒരു സാക്ഷ്യം പറയാനാണ് വിളിക്കുന്നത്. മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ചെയ്ത കാര്യത്തിന് കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് നൽകുന്നു. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും ഞാൻ പൊരുത്തപ്പെട്ടു പോകാത്ത രണ്ട് വ്യക്തികളായിരുന്നു. ഞാൻ ഈ അവസ്ഥയിൽ ഒത്തിരി ഭാരപ്പെട്ടിരുന്നു. ആ അമ്മയെ സ്നേഹിക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഒത്തിരി കർത്താവിനോട് പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ചത്തെ മോർണിംഗ് ഗ്ലോറി മാനസാന്തരപ്പെടാതിരുന്ന എല്ലാവരും നശിച്ചു പോകും എന്ന് യേശു കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ ബ്രദർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ അവസ്ഥ എന്തെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ, എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് അപേക്ഷിച്ചു. എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തെ തൊട്ട് സൗഖ്യമാക്കി. എൻ്റെ ഉള്ളിൽ തന്നെയാണ് എൻ്റെ പാവം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാൻ ഇപ്പോൾ അമ്മയെ സ്നേഹിക്കുന്നു. എല്ലാ സ്തോത്രവും ഞാൻ കർത്താവിന് നൽകുന്നു. നന്ദി യേശു. അതൊരു ഭയങ്കര സംഭവമാണ്. മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞ ആ ദിവസം രോഗസൗഖ്യമൊന്നുമല്ല, അകത്താഴമേറിയൊരു മാനസാന്തരം. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, ഇത് ഈ ഓഡിയോ കേൾപ്പിക്കാമോ? ആ സിസ്റ്റർ തിരിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും കർത്താവ് എന്നിൽ പ്രവർത്തിച്ച കാര്യമാണ്, എനിക്ക് ഒരു നാണക്കേടുമില്ല, ബ്രദർ കേൾപ്പിച്ചോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. സ്വന്തം മദറിലെ അമ്മാവിയമ്മയെ സ്നേഹിക്കാനുള്ളൊരു ഹൃദയം അകത്തുണ്ടായി. ഐ പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. ഹല്ലേലൂയ. കർത്താവാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ സ്ക്രീനിലേക്ക് ഒന്ന് കൈ നീട്ടി പിടിക്കാം. ക്ഷമ സിസ്റ്റർ, ഒന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രോഗികൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ സൗഖ്യമാക്കുന്ന കൈകൾ ഈ നിമിഷം അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന, ഒരു പക്ഷേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ ശരീരം ഇങ്ങനെ ഡ്രൈ ആയി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെയോ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുകയാണ്. അത്ഭുതകരമായ സൗഖ്യം ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ കർത്താവ് ഇപ്പോൾ പകരുകയാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുപോലെ തന്നെ കോവിഡ് ബാധിക്കപ്പെട്ടിട്ട് വളരെയധികം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരോ, വളരെ നിരാശയിലാണ് നിങ്ങൾ ഒറ്റപ്പെടുന്നത് പോലെ, നിങ്ങൾ വല്ലാത്ത നിരാശയിലാകുന്നത് പോലെ, മരിക്കണമെന്ന് തോന്നുന്നത് പോലെ പ്രശ്നത്തിലായിരിക്കുന്ന ആരെയൊക്കെയോ കർത്താവ് ഇപ്പോൾ നിങ്ങളെ ശക്തീകരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ നിങ്ങളുടെ അകത്തുനിന്ന് കർത്താവ് എടുത്തു മാറ്റി ഇപ്പോൾ കർത്താവിൻ്റെ ബലവും ശക്തിയും ദൈവം തമ്പുരാൻ നിങ്ങളെ അണിയിക്കുകയാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ ഭാവിയോർത്ത് പുഞ്ചിരി തൂക്കുക, നിങ്ങളിപ്പോൾ ചിരിക്കാൻ തുടങ്ങുക. ഇത് കഴിഞ്ഞ് പുറത്തു വരുന്നത് ഓർത്ത്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഓർത്ത്, ദൈവം നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കുന്നത് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിപ്പോൾ ചിരിക്കാൻ തുടങ്ങുക, പുഞ്ചിരിക്കാൻ തുടങ്ങുക, ഈ ഭയത്തെ ഓടിച്ചു വിടാൻ തുടങ്ങുക. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ ബലവും ശക്തിയും അഭിഷേകവും അധികമായി അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന കൈകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഇവരുടെ ഉദരത്തിൻ്റെ മേൽ ഞങ്ങൾ ഇപ്പോൾ വിശ്വാസത്തോടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം ഈ സമയത്ത് ഇവരുടെ ഉദരത്തിനകത്ത് കുഞ്ഞുങ്ങൾ വന്ന് വീഴട്ടെ, പിറക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പുകവലി മാറിപ്പോകുന്നു, ചങ്ങലകൾ പൊട്ടുന്നു, ഭയങ്ങൾ മാറിപ്പോകുന്നു, വലിയ ബ്രേക്ക് ത്രൂസ് ഉണ്ടാകുന്നു. ഏത് പ്രയാസമാണെങ്കിലും കർത്താവ് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന വിടുതൽ കൊടുത്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇന്ന് വൈകിട്ട് ഹോം ഫെലോഷിപ്പ് കാണാൻ മറക്കരുത്. എല്ലാ ദിവസത്തെയും മോർണിംഗ് ഗ്ലോറി നിരന്തരമായി പങ്കെടുക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.